നാട്ടുകാരി കൂട്ടായ്മയും വിസ്മയ ക്ലബും സംയുക്തമായി നടത്തപ്പെടുന്ന അഖില കേരള ചൂണ്ടൽ മത്സരം രണ്ടാമത് വളരെ ആവേശകരമായി ആമ്പൽപ്പാടത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൂണ്ടയിൽ മീൻ കുരുങ്ങിയവർക്ക് ഒരേ ആഹ്ലാദം. മീൻ മാത്രമല്ല, കപ്പും കിട്ടുമല്ലോ. ഇനി ഒന്നും കിട്ടാത്തവരാണെങ്കിലോ ഡബിൾ ഹാപ്പി. എല്ലാവരും ഒരുപോലെ ആസ്വദിച്ചുള്ള മീൻപിടുത്തം. പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇല്ല, കിട്ടിയില്ല, നിരാശല്ല അല്ലേ? ഇല്ല, വളരെ വളരെ സന്തോഷമല്ല. പിന്നെന്താ, മൂപ്പരാണെങ്കിലോ ഇര കോർത്തത് ഞാനാണ്. അപ്പൊ ഇതിനൊരു പങ്ക് എനിക്കുണ്ട്. മത്സരത്തിന് പങ്കെടുക്കണം ആദ്യമായിട്ടാണ്. ഇതിപ്പോ ഞങ്ങൾ പ്രാക്ടീസ് ആയിട്ട് ഇട്ടതാണ്. അപ്പോഴാണ് മീൻ കിട്ടിയത്. അപ്പോൾ നമ്മൾ കാരണം വർഷങ്ങളായിട്ട് മീൻ പിടിക്കാൻ പോണതാ. പക്ഷേ ഇങ്ങനത്തെ ഒരു വെറൈറ്റി മത്സരമാണ്, സന്തോഷമാണ്. സംഘാടകർക്കാണ് 100 മാർക്ക്. ഈ കനത്ത മഴയിലും മത്സരാർത്ഥികളും സംഘാടകരും തളരാതെയുള്ള ഊർജം എല്ലാം മനസ്സിനെ ആസ്വദിപ്പിക്കാനാണ്. മീൻ കിട്ടിയവരും കിട്ടാത്തവരൊക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മളിന്ന് മടങ്ങുന്നത്. ഒരു ആവേശം, ഒരു മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളതിനപ്പുറം ഇതിൽ പങ്കെടുത്തുകൊണ്ട് സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ് അവരെല്ലാവരും നമ്മളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു കോമ്പറ്റീഷൻ എവിടെയും കേരളത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു താല്പര്യത്തിലാണ് നമ്മളൊക്കെ വന്നത്. നമ്മൾ വെറുതെ അങ്ങനെ ചൂണ്ടിടാന്നുള്ള ഒരു മത്സരമായിട്ട് പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരു സ്പിരിറ്റാണിത്. പിന്നെ ഒരുപാട് ജനങ്ങൾ ഇതൊരു ഹരാണ്, നമ്മളെ സ്ഥിരകളിലുള്ളൊരു ഹരാണിത്. ഇത് ചൂണ്ടലിടുന്ന ഒരു അനുഭവമാണ്. ഒരു ഭയങ്കര ഒരു വെറൈറ്റിയാണ്. ഞങ്ങൾ കോട്ടയത്ത് പോയി ചൂണ്ടലിട്ട് അത് വേറൊരു വൈബ്, ഇത് വേറൊരു വൈബ്. രസമാണ്, സംഭവം രസമാണ്. അതിനായിട്ട് പോകുന്നതാണ് ഞങ്ങൾ. പിടയ്ക്കുന്ന മീനിനെ പോലെ പിടയ്ക്കുന്ന ഊർജവുമായാണ് മടക്കം. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുൺ അമൃതാന്ന് നമുക്കിപ്പോൾ ഉണ്ട്. അരുണെ, ഇപ്പം അത് ലാസ്റ്റ് പറഞ്ഞ ആൾ പറഞ്ഞ ഞങ്ങൾ കോട്ടയത്ത് പോയി ചൂണ്ടയിട്ടിരുന്നു. അപ്പോൾ ഇതൊരു ചില്ലറക്കളിയല്ല അല്ലേ? ദിവിശേട്ടാ, നമ്മളൊക്കെ ഈ കുട്ടിക്കാലത്തെ ബാല്യകാലത്തെ ഓർമ്മകളായിട്ട് ഈ ചൂണ്ടയിടലൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള ഒരു ട്രൈ ആണ് നമ്മൾ നടത്തുക. കിട്ടിയ ഭയങ്കര സന്തോഷം. ചെറിയ മീൻ കിട്ടുന്നതിൽ അതിൻ്റെ ബെനിഫിറ്റോ മറ്റു കാര്യങ്ങളോ നമ്മൾ ഓർക്കുന്നില്ല. അത് നമുക്ക് കിട്ടിയതിനുണ്ടാവുന്ന മനസ്സിനൊരു നിർവൃതി തന്നെയായിരിക്കും നമുക്ക് ഉണ്ടാവുക. പക്ഷേ പോയാലും പോയി, അതേ ഒരു മത്സര സ്പിരിറ്റാണ് അവിടെ നമ്മൾ എത്തിയപ്പോൾ കണ്ടത്. കിട്ടുമോ കിട്ടൂല എന്ന് അറിയില്ല, പക്ഷെ കിട്ടിയവന് ഭയങ്കര ആഹ്ലാദം. ഈ കപ്പിനേക്കാളും ഒക്കെ കപ്പൊക്കെ പിന്നുള്ള കാര്യമായി മത്സരമാണെങ്കിൽ പോലും മീൻ കിട്ടുമോ ഇല്ലയോ അതിലാണ് മനസ്സ് മൊത്തം സമർപ്പിച്ച് ഇങ്ങനെ ഫോക്കസ് ആയിട്ടിരിക്കുകയാണ്. സൈഡിൽ നിന്നൊക്കെ പലരും പല കമൻ്റൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് നല്ല കിട്ടിയവൻ അവിടെ ആഹ്ലാദിച്ച് മറക്കുകയാണ്. അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. അത് കിട്ടാത്തവൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കിട്ടിയവനെ, എന്നിട്ട് അവൻ ആ ഫോക്കസിൽ അടുത്ത ആൾ അവരെ മത്സരത്തിൽ ഫോക്കസ് ചെയ്യുക. കിട്ടാത്തവർക്കും നിരാശയില്ല. കംപ്ലീറ്റ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടായൊരു മത്സരമായിരുന്നു സത്യം പറഞ്ഞാൽ. മീൻ പിടിക്കുമ്പോഴും അത് തന്നെയാണല്ലോ, കിട്ടിയാൽ കിട്ടി, പോയാൽ പോട്ടെ. ചിലവർക്ക് റെഡി ആവും, ചിലവർക്ക് റെഡി ആവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ മീൻപിടുത്തത്തിൻ്റെ കാര്യം. അപ്പോൾ പക്ഷേ നല്ല രസകരമായ ഒരു ടൂർണമെൻറ്റ് തന്നെയായിരുന്നു അവിടെ സംഘടിപ്പിച്ചത്. നമുക്ക് മനസ്സിന് തന്നെ കണ്ടിരിക്കാനും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായി. മഴക്കാലത്ത് മഴക്കെടുതികളൊക്കെ ഒരു ഭാഗത്തുണ്ട്, പക്ഷെ അതിൻ്റെ ഒപ്പം മഴ മാത്രമല്ല, നേരത്തേക്ക് ആണെങ്കിലേ ചെറിയ തോട്ടിലൊക്കെ തോർത്തുമുണ്ടിട്ട് കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും മീൻ പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ മത്സരങ്ങളും കൂടിയൊക്കെ നടത്തുക. മഴ കൂടുതലാണ്, സൂക്ഷിച്ചൊക്കെ വേണമെന്ന് മാത്രം.